കാറ്റും മഴയും തോർന്നപ്പോഴേക്കും പൂമരത്തിൽ നിന്ന് ധാരാളം പൂക്കൾ കൊഴിഞ്ഞു വീണിരുന്നു. അവസാന തുള്ളികളും വീഴുന്നു കണ്ട് കിളി മരത്തോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? മരം പറഞ്ഞു, എങ്ങനെ കരയാതിരിക്കും? നീ താഴേക്ക് നോക്ക്, എൻ്റെ എത്ര പൂക്കളാണ് കാറ്റ് അടർത്തിക്കളഞ്ഞത്. കിളി പറഞ്ഞു, നീ എന്തിനാണ് താഴേക്ക് നോക്കുന്നത്? നീ നിന്നിലേക്ക് നോക്ക്, താഴെ വീണ് കിടക്കുന്നതിലും എത്രയോ ഇരട്ടി പൂക്കളാണ് നിന്നിൽ വിരിഞ്ഞു നിൽക്കുന്നത്. നഷ്ടപ്പെടുന്നതെല്ലാം തിരിച്ചു പിടിക്കാനാകില്ലെന്നേ, അടർന്നു വീഴുന്നതെല്ലാം കൊളുത്തിവെക്കാനുമാകില്ല. കളഞ്ഞുപോയവയുടെ പിന്നാലെ പായുന്നതിനിടയിൽ കളയാതെ സൂക്ഷിക്കേണ്ടവയെ മറന്നുപോകുന്നു എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എപ്പോഴും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പാമ്പിന് പടം പൊഴിയും, മരത്തിൽ നിന്ന് ഇലകൾ കൊഴിയും, നദിയിൽ നിന്ന് വെള്ളമൊഴുകി അപ്രത്യക്ഷമാകും. വന്നു ചേർന്നതെല്ലാം പിടിച്ചു വച്ചിരുന്നെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ അവയൊന്നും എത്തിച്ചേരില്ലായിരുന്നു. ഒന്നും നഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ലെന്നേ. ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് വന്നു ചേരേണ്ട അഭിവൃദ്ധിക്കുള്ള ഊർജം. നഷ്ടങ്ങളില്ലാത്തവർ പുനർനിർമ്മാണ പാഠങ്ങൾ ഒരിക്കലും സ്വായത്തമാക്കില്ല. നഷ്ടം സംഭവിക്കുന്നതല്ല, ആ നഷ്ടം മൂലമുണ്ടാകുന്ന ആത്മവിശ്വാസ നഷ്ടമാണ് യഥാർത്ഥ നഷ്ടം എന്ന് പറയുന്നത്. നഷ്ടങ്ങളോട് പലവിധം പ്രതികരിക്കാം. നഷ്ടത്തെയും നഷ്ടപ്പെടാനുള്ള കാരണങ്ങളെയും ശപിക്കാം, ഉൾവലിയാം, വെറുതെയിരിക്കാം, വാശിയോടെ വീണ്ടും വിത്തെറിയാം. പുറമേ നിന്നുള്ള ഒന്നും ആരെയും രൂപപ്പെടുത്തില്ല. അനുവാദത്തോടുകൂടി മാത്രമേ അവയ്ക്കെല്ലാം അകത്തു പ്രവേശിക്കാനാകൂ. ഉൽപാദനശേഷിയെ തടസ്സപ്പെടുത്തുന്നതൊന്നും ഉള്ളിലേക്ക് കടത്തരുത്. വസന്തം അവകാശമാണ്. സ്വയം നിർമ്മാണ പ്രക്രിയയിലേർപ്പെട്ടിരിക്കുന്നവരെ തേടി അത് വരും. നിങ്ങളെക്കുറിച്ച് കരയാനാണെങ്കിൽ ജീവിതം മുഴുവൻ വിലാപഗാനമായി മാറും. പ്രകൃതം കൊണ്ടോ പരിസരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഉൾക്കരുത്തുള്ളവരിൽ നിന്ന് പൂക്കൾ വിടർന്നുകൊണ്ടേയിരിക്കും. താഴേക്ക് നോക്കരുത്, ഉള്ളിലേക്ക് നോക്കണമെന്ന് മാത്രം. വീണ പൂക്കളല്ല, വിടരാനുള്ള പൂക്കളാണ് പ്രധാനം.